തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ നാളെ വിധി എഴുതാൻ പോകുന്നു. കനത്ത സുരക്ഷയിലാകും വടക്കൻ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുക. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്നിപ്പോൾ രാവിലെ 8 മണിയോടുകൂടി ആരംഭിക്കുകയാണ്. കോഴിക്കോട് നിന്നും ശ്യാമപ്രസാദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഈ വടക്കൻ കേരളത്തിൽ തീവാർന്ന പോരാട്ടം നടക്കുന്നു എന്നത് കഴിഞ്ഞ ദിവസത്തെ കൊട്ടിക്കലാശം ഉൾപ്പെടെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഒപ്പം കണ്ണൂർ, മലപ്പുറം പോലെയുള്ള ജില്ലകൾ കൂടി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അതിനാൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പിനായി. ഗൗതം, ഗുഡ് മോർണിംഗ്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൻ്റെ പകുതി മനസ്സ് ഇന്നലെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നിശബ്ദ പ്രചരണമാണ് വടക്കൻ ജില്ലകളിലുള്ളത്. നാളെ വടക്കൻ ജില്ലകളിലെ 7 ജില്ലകൾ കൂടി വിധി എഴുതുകയാണ്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൻ്റെ കണ്ണും മനസ്സും ഇനി വടക്കൻ ജില്ലകളിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തീപാർന്ന പ്രചരണങ്ങളുണ്ടായിരുന്നു. ഇന്നലെയോടുകൂടി കലാശക്കൊട്ടനും ആ ആവേശം തന്നെയായിരുന്നു എല്ലാ ജില്ലകളിലും. 7 ജില്ലകൾ, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുകയും ചെയ്തത്. ആ ആവേശം തന്നെ നാളെ പോളിംഗ് ബൂത്തിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മുന്നണികളെല്ലാം തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് അടക്കം വരികയാണെങ്കിൽ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ നിലവിൽ വാശിയേറിയൊരു പോരാട്ടം തന്നെയായിരിക്കും നടക്കുക. NDA ഇത്തരത്തിൽ ഭരണം നേട്ടം തന്നെയാണ് ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രചാരണത്തിലടക്കം നേതാക്കൾ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അക്കമിട്ട് നിരത്തുന്നതായിരുന്നു. പോളിംഗ് ശതമാനം അടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിലേക്കായിരുന്നു നീങ്ങുകയും ചെയ്തത്. പ്രധാനമായും കഴിഞ്ഞ തവണ 2020 ഈ 22 ഇടങ്ങളിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ നിലവിൽ 7 സീറ്റുകൾ കൂടിയുണ്ട്. അങ്ങനെ 30-ലധികം സീറ്റുകൾ പിടിച്ചു നേടുകയാണെങ്കിൽ ഭരണനേട്ടമെന്ന ഒരു നേട്ടത്തിലേക്ക് തന്നെയായിരിക്കും NDA എത്തുകയും ചെയ്യുന്നത്. എന്തായാലും UDFും ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പിന്നോട്ട് പോയ ചില സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് തന്നെ വരാൻ തന്നെയാണ് നീങ്ങുന്നതാണ് UDFിൻ്റെയും വാദം. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനിലും ഇത്തരത്തിൽ തീപാർന്നൊരു പോരാട്ടം തന്നെയായിരിക്കും നടക്കുകയും ചെയ്യുക. ഗ്രാമപഞ്ചായത്തുകളിലെ മികച്ച സ്വാധീനം തന്നെയാണ് BJPയും NDAയും വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 19 ഗ്രാമപഞ്ചായത്തുകളിലടക്കം നിർണായക ശക്തിയായി നിലകൊള്ളുകയും ചെയ്യുന്നു. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മുന്നേറ്റമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ മലപ്പുറത്തും പാലക്കാടുമെല്ലാം തന്നെ അതേ ആവേശം തന്നെയാണ് നിലനിൽക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ പോലും, കേരളത്തിൻ്റെ തെക്കേറ്റമായ കാസർഗോഡ് ജില്ലയിൽ പോലും വളരെയധികം ആവേശം കൊട്ടിക്കലാശത്തിലടക്കമുണ്ടായിരുന്നു. വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തവണ ഈ കൊട്ടിക്കലാശമെല്ലാം തന്നെ മുന്നണികൾ നടത്തിയിരുന്നത്. അതിനാൽ തന്നെ വോട്ടർമാരെ കൂടുതൽ സ്വാധീനിക്കാനും വോട്ടർമാർക്കിടയിലേക്ക് അവസാന നിമിഷവും ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പ്രേരണ തന്നെ ഈ മുന്നണികൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. BJP അടക്കമുള്ളവരായിരുന്നു കൊട്ടിക്കലാശത്തിൽ മുൻപന്തിയിലും ഉണ്ടായിരുന്ന. പ്രധാനമായും വാർഡുകൾ കേന്ദ്രീകരിച്ച് BJPയും UDFും മാത്രമായിരുന്നു ഈ കൊട്ടിക്കലാശത്തിൽ അത്ര മുൻപന്തിയിലേക്ക് പോയതും. വാർഡുകൾ കേന്ദ്രീകരിച്ച് അവസാന നിമിഷവും തങ്ങളുടെ വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. അതിനാൽ തന്നെ പ്രധാനമായും 7 ജില്ലകളുടെ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടെത്തി വെബ്കാസ്റ്റിംഗ് അടക്കം നടത്താനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ നടക്കുകയും ചെയ്യും. ജില്ലാ ഭരണകൂടങ്ങൾ ആ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണിയോടുകൂടി തന്നെ കോർപ്പറേഷൻ പരിധിയിലുള്ള നടക്കാവ് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ ആരംഭിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ മറ്റ് ജില്ലകളിലെയും അതാത് കേന്ദ്രങ്ങളിലും കോർപ്പറേഷനുകളിലുള്ളത് അതാത് നഗരപ്രദേശങ്ങളിലെ സ്കൂളുകളിലും പഞ്ചായത്ത് തലത്തിലുള്ളത് അതായത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥലങ്ങളിലുമായിരിക്കും നിശ്ചയിച്ചിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വാശിയേറിയ ഒരു കലാശക്കൊട്ടിൻ്റെ അതേ പാരമ്യത്തിൽ തന്നെയായിരിക്കും നാളെ പോളിംഗ് ബൂത്തിലേക്കും വടക്കൻ ജില്ല എത്തുക. ഗൗതം, ഒപ്പം മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, BJPയെ സംബന്ധിച്ചിടത്തോളം വടക്കൻ കേരളം വലിയ പ്രതീക്ഷകളുള്ള പല സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന മുന്നേറ്റം BJP നടത്തിയ തൃശ്ശൂർ, ഏതാണ്ട് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ഇടത്തും സുരേഷ് ഗോപിക്ക് ലീഡുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടെ ആ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യമിടുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ, പാലക്കാട് നിലവിൽ നഗരസഭ BJP ഭരിക്കുന്നു. കാസർഗോഡ് പരമ്പരാഗതമായി തന്നെ BJP സംസ്ഥാനത്ത് രൂപീകൃതമായ കാലഘട്ടം മുതൽ തന്നെ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായ ജില്ല. അപ്പോൾ BJPയുടെ ഒരു വലിയ മുന്നേറ്റം ഒരുപക്ഷെ വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ തവണ ഉണ്ടാകാനുള്ള സാധ്യത അത് മറ്റ് 2 മുന്നണികൾ കൂടി തള്ളിപ്പറയുന്നില്ലല്ലോ.
തീർച്ചയായും ഗൗതം, തൃശ്ശൂരും പാലക്കാടും കാസർഗോഡും അടക്കം ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ജില്ലകളിലൊന്നാണ്. പ്രധാനമായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിലടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത മുന്നേറ്റം തന്നെയായിരുന്നു BJP കാഴ്ചവെക്കുകയും ചെയ്ത് 6 ഇടങ്ങളിൽ ശക്തമായ അല്ലെങ്കിൽ നിർണായകമായ ഒരു ശക്തിയായി മാറാൻ BJP കഴിഞ്ഞിരുന്നു. ഇവിടങ്ങളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും ഉണ്ടാകുക. അത് ജില്ലാ നേതാക്കളെല്ലാം തന്നെ BJPയുടെ ജില്ലാ നേതാക്കളും അടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ കണക്കുകൾ കൂടി നിരത്തുമ്പോഴേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച മാർജിനിലായിരിക്കും കോർപ്പറേഷനിലെ പല വാർഡുകളിലും BJP നേട്ടമുണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളിലും അക്കമിട്ട് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കണക്കുകൾ സഹിതവുമായി നേതാക്കൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിനാൽ തന്നെ തൃശ്ശൂരിൽ ഇത്തവണ തീപാർന്ന പോരാട്ടമാണ്. അത് മറ്റ് 2 മുന്നണികളുടെ ചങ്കിടിപ്പ് കൂടി കൂട്ടുന്ന സാഹചര്യത്തിലേക്ക് പോയി. പല ആരോപണ പ്രത്യാരോപണങ്ങളുമായി UDFും LDFും കടന്നു വന്നെങ്കിലും ആ ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്നത് കൂടിയായിരുന്നു BJPയുടെ ആ വാക്കുകൾ കൊണ്ടുള്ള മറുപടിയും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അക്കമിട്ട് കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെയായിരുന്നു ആ മറുപടി നൽകുകയും ചെയ്തത്. ഇനി പാലക്കാട് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് BJPയുടെ ഗ്ലാമർ മണ്ഡലം കൂടിയാണ്. അവിടെ ഭരണനേട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ആ മണ്ഡലത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും നിയമസഭ തെരഞ്ഞെടുപ്പിനേക്കാൾ ഗ്ലാമർ പോരാട്ടം തന്നെയായിരിക്കും പാലക്കാട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനുണ്ടാകുക എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ശബരിമല സ്വർണ്ണക്കവർച്ചയും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം ഈ സംസ്ഥാനത്തുടനീളം പ്രചരണ വിഷയമായെങ്കിലും പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിലും ഇത് വലിയ സ്വാധീനം ചെലുത്തി പോകുന്നൊരു കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനത്തിലടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പാളിച്ചകളെല്ലാം തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടുള്ള ഒരു ശക്തമായ ഒരു പ്രചരണമായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ച കാഴ്ച. അതിനാൽ തന്നെ ഒരു സെമി ഫൈനൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സെമി ഫൈനൽ തന്നെയായിരുന്നു പാലക്കാടുണ്ടായിരുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ കാസർഗോഡ്, ഗൗതം സൂചിപ്പിച്ചതുപോലെ കാസർഗോഡിലേക്ക് പോവുകയാണെങ്കിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് കാസർഗോഡ്. അവിടെയും വളരെ ശക്തമേറിയ ഒരു പ്രചാരണവും ഒപ്പം തന്നെ ആ ഒരു പ്രചരണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അത് നിർണായകമായി മാറും. പല സ്ഥലങ്ങളിലും കാഞ്ഞങ്ങാട് നഗരസഭയിലടക്കം പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ UDFും BJPയും മാത്രമായിരുന്നു കലാശക്കൊട്ടിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കലാശക്കൊട്ടിലടക്കം മുൻപന്തിയിൽ വന്നത് LDF നിറമങ്ങ് പോകുന്ന ഒരു കാഴ്ച. അത് പല പ്രചാരണങ്ങളിലുമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിറമങ്ങുന്ന ഒരു കാഴ്ച. അങ്ങനെ പോകുമ്പോഴേക്കും കാഞ്ഞങ്ങാട് നഗരസഭയിലടക്കം ചെറുവത്തൂരും അടക്കം നിർണായക സ്വാധീന ശക്തിയാകാൻ തന്നെയാണ് BJP ഇത്തവണ ശ്രമിക്കുക. ഗൗതം. യെസ്, ഓക്കെ ശ്യാം. ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാൻ പോകുകയാണ്. നേരത്തെ ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അവിടെ BJP വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി വളരാൻ സാധ്യതയുള്ള വിവിധ ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചു എന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ 7-ൽ 6 നിയമസഭാ സീറ്റുകളിലും BJP 1-ാം സ്ഥാനത്തെത്തി എന്നത് രാഷ്ട്രീയ എതിരാളികളെ തന്നെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. പാലക്കാട്, അതോടൊപ്പം തന്നെ കാസർഗോഡ് തുടങ്ങിയ ജില്ലകൾ BJPയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളാണ്. പാലക്കാട് നഗരസഭ നമുക്കറിയാം 2 ടേമായി BJP ഭരിക്കുന്നുണ്ട്. കാസർഗോഡ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ BJP അധികാരത്തിലിരിക്കുന്ന ജില്ലയാണ്. അതിനാൽ സ്വാഭാവികമായും ഇരു മുന്നണികൾക്കും ചങ്കിടിപ്പ് കൂട്ടുന്നത് BJPയുടെ അവിടുത്തെ പ്രവർത്തനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നാളെ 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ശ്യാമപ്രസാദ് നൽകിയത്.